ഹാ എടാ തങ്ക, എന്താണ് പരിപാടി? എന്ത് പറയാൻ, ദാരിദ്ര്യം തന്നെ. കഞ്ഞിയും പയറൊക്കെ ആയിട്ട് പോന്നു. എടാ തങ്ക, നിനക്ക് പെട്ടെന്ന് പണക്കാരനാകണോ? ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. ഓ, തുടങ്ങി. ഇത്തവണ എന്താ ലോട്ടറി ആണോ അതോ വല്ല നിധിയും കിട്ടിയോ? അതൊന്നും അല്ലടാ, ഇതൊരു പുതിയ വിദേശ ബിസിനസ് മോഡലാണ്. ഇതിന്റെ പേരാണ് തിരിച്ചും മറിച്ചും ലോജിക്. അതൊന്ന് തെളിച്ചു പറയോ എന്റെ ബാല? കേൾക്കുമ്പോ തന്നെ എന്റെ തല ഇറങ്ങുന്നു. കാര്യം സിമ്പിളാണ്. നീ എനിക്കൊരു 100 രൂപ തരണം. ഞാൻ അത് വെച്ചൊരു ചായയും വടയും കഴിക്കും. എന്നിട്ട് ആ ഊർജം വെച്ച് ഞാനൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കും. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മൾ രണ്ടാളും കൂടി 50-50 ആയിട്ട് ഷെയർ ചെയ്യും. എടാ, എന്റെ 100 രൂപ വാങ്ങി നീ ചായ കുടിച്ചിട്ട് അതിന്റെ ലാഭം എനിക്ക് തരുമെന്നോ? നീ ചായ കുടിച്ചോ നിന്റെ വയറല്ലേ നിറയ? ലാഭം ഇടന്ന് വരാനാ? കണ്ട, അതാണ് നിന്റെ പ്രശ്നം. നീ ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കുന്നു. ഞാൻ ചായ കുടിച്ചാൽ എന്റെ ബുദ്ധി ഉണരും. ബുദ്ധി ഉണർന്നാൽ ഞാനൊരു ഐഡിയ കണ്ടുപിടിക്കും. ആ ഐഡിയ ഞാൻ ഒരാൾക്ക് വിൽക്കും. അയാൾ അത് വെച്ച് പണക്കാരനാകും. അപ്പോ അയാൾ നമുക്ക് കമ്മീഷൻ തരും. നിന്റെ ഐഡിയ കൊള്ളാം. എന്നിട്ട് ആർക്കാ നീ ഐഡിയ വിൽക്കാൻ പോണത്? നമ്മുടെ ചായക്കടക്കാരൻ സുകുമാരനില്ലേ, ആൾക്ക് ഞാൻ ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് വിൽക്കാനുള്ള ഒരു ഐഡിയ കൊടുക്കും. അപ്പൊ പഞ്ചസാരയുടെ പൈസ ലാഭിക്കാല. എടാ മണ്ട, ഉപ്പിട്ട ചായ ആരെങ്കിലും കുടിക്കോ? സുകുമാരന്റെ കട ആൾക്കാര് തല്ലി പൊളിക്കൂലേ? എടാ തങ്ക, അവിടെയാണ് ഇതിലെ ട്വിസ്റ്റ് വരുന്നത്. കട തല്ലി പൊളിക്കാൻ വരുമ്പോ ആൾക്കാർക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ അവർക്ക് ദാഹിക്കും. അപ്പൊ നമ്മൾ അവിടെ സോഡ വിൽക്കും. പഞ്ചസാര ലാഭിച്ച പൈസ വെച്ച് നമ്മൾ സോഡ കമ്പനി തുടങ്ങും. എങ്ങനെയുണ്ട് എന്റെ ബാല? ദേഷ്യം വന്ന ആളോട് ആ സോഡ കുടിക്കാൻ വരുമെന്ന് എന്തുറപ്പാണുള്ളത്? ഉറപ്പാണ്. കാരണം ആ സോഡയിൽ നമ്മൾ കുറച്ച് പഞ്ചസാര കലർത്തും. അപ്പൊ അവർക്ക് ചായയിൽ കിട്ടാത്ത പഞ്ചസാര സോഡയിൽ കിട്ടുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകും. ബിസിനസ് എന്നാൽ സൈക്കോളജിയാണ് രംഗ. എന്റെ ഒരു സൈക്കോളജി. ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബാല. പിന്നല്ലാതെ ഇത് വിജയിച്ചാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും. നടക്കാത്തവർക്ക് ചെരുപ്പ് വിൽക്കുന്ന ബിസിനസ്. നടക്കാത്തവർക്ക് ചെരുപ്പ് വിറ്റിട്ട് എന്തിനാടാ? അവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അതാണ് നീ ശ്രദ്ധിക്കാത്തത്. നടക്കാത്തവർക്ക് ചെരുപ്പ് വിറ്റാൽ അത് തേഞ്ഞു പോകില്ല. അപ്പോ അവർക്ക് ആയുഷ്കാലം മുഴുവൻ ആ ചെരുപ്പ് ഉപയോഗിക്കാം. കസ്റ്റമറും ഹാപ്പി, നമ്മളും ഹാപ്പി. എടബാല, നിന്റെ ഈ കഥ കേട്ട് നിന്നാൽ എന്റെ ഉള്ള ബുദ്ധിയും കൂടി പോവും. ഞാൻ പോണു. എക്കടാ, നീ പോകാൻ വേണ്ടി പോയാൽ അത് പോക്കാണ്. പക്ഷെ എന്റെ ഐഡിയ കേട്ടിട്ട് നീ പോയാൽ അത് നിക്ഷേപമാണ്. ആ 100 രൂപ തന്നിട്ട് പോയാൽ നിനക്ക് നാളെ ഇതിന്റെ ഡയറക്ടറാക്കാം. എനിക്ക് ഡയറക്ടറും വേണ്ട, ഒരു മണ്ണും വേണ്ട. നീ ആ ചായക്കടക്കാരൻ്റെ അടുത്ത് പോയി ഉപ്പിട്ട ചായ കുടിക്കും. കണ്ട, ഇതാണ് ലോകത്തിന്റെ പ്രശ്നം. നല്ല ഐഡിയകൾക്ക് ഇവിടെ ഒരിക്കലും സ്ഥാനമില്ല. എന്തായാലും ഞാൻ സുകുമാരനെ പോയി കാണട്ടെ.